വെൽക്കം ടു IFC ഇൻട്രോവേർട്ടഡ് ഫിൽമി ക്രൂ. സ്പീഡായില്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ജിഗ്ര എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഹിന്ദി ഫിലിമിൻ്റെ ടീസർ ട്രെയിലറാണ്. ആലിയ ഭട്ട്. എന്താണ് എന്തുവാ ജിഗ്ര എന്ന് വെച്ചാൽ എന്താ അറിയില്ല, എന്നാലും അത് ഞങ്ങളത് എഴുതി വെക്കാം അവിടെ അല്ലേ. അതെ. വസന്ത് ബാലയാണ് ഡയറക്ടർ. ആലിയ ഭട്ട് അഭിനയിക്കുന്നു. ഈ വസന്ത് ബാലയെ പറ്റി പറയുകയാണെങ്കിൽ വസന്ത് ബാല മർദുക്കോ ദർദുനഹി വത്ത മോണിക്ക ഓ മൈ ഡാർലിംഗ് ഈ രണ്ട് സിനിമകളുടെ ഡയറക്ടറാണ്. പുള്ളി ഭയങ്കര ഒരു വെറൈറ്റി ഫിലിം മേക്കറാണ്. ഭയങ്കര രസമുള്ള ഫിലിംസാണ് ഈ രണ്ടുപടവും. കണ്ടില്ലാത്ത സിനിമ കണ്ടു നോക്കും. അപ്പോൾ എനിവേ നമുക്ക് ജിഗ്രയുടെ ടീസർ ട്രെയിലർ കാണാം. ടീസർ ട്രെയിലർ ഏതെങ്കിലും ഒന്ന് വെച്ചാൽ പോലെ. എന്തിനാ ടീസർ ട്രെയിലർ നോക്കുന്നത്? माँ को भगवान ले गए, पापा ने खुद की जान ले ली। दूर के रिश्तेदार ने पनाह दी और भारी किराया वसूल किया। छोड़ना पड़ गया सब। कहानी बहुत लंबी है और भाई के पास वक्त बहुत बहुत कम। तो उड़ा देते हैं ना सारी जेल की दीवारें. सबका कहना है एक हजारों में मेरी बहना है, सारी उम्र हमें संग रहना है, फूलों का तारों का सबका कहना है, मेरी नादा बातों को सुनती है तू ही राहों के മറ്റേ പുള്ളി മറ്റേ തെലുങ്കാടനാ മനസ്സിലായി. बच्चन नहीं बनना है, बच के निकलना है. अब तो बच्चा नहीं बनना है। तेरी सब दुआओं का हासिल हूं ना मैं, ജയിൽ ബ്രേക്ക് ആണോ? പുറത്ത് വേറെ രാജ്യമാണ്. ख्वाबों की गिनती है तू ही വേദാങ് റീന. तू मेरा चांद है, तू ही रहना है, एक हजारों में ഖാർ मेरी बहना है, सारी उम्र हमें संग रहना है, आँखों में नींद ना, मन में चैन ना, एक हजारों में मेरी बहना है, सारी उम्र हमें संग रहना है, फूलों का ഒക്ടോബർ 11. तारों का सबका कहना है. വിജയമല്ലേ? DOP ആരാട്ടാ? ട്രെയിലർ കൊള്ളാം. പുള്ളിയുടെ വസന്ത് ബാലയുടെ യൂഷ്വൽ എന്ന് പറഞ്ഞാൽ പുള്ളി ഇപ്പോൾ ചെയ്ത രണ്ട് പടത്തിൻ്റെ മൂഡിലുള്ള പടമല്ല ഇത്. കംപ്ലീറ്റ്ലി ആക്ച്വലി ഡിഫറൻസ്. കറേജ് ജിഗ്ര എന്ന് വെച്ചാൽ കറേജ് ധൈര്യം ഞാൻ പറഞ്ഞത്. ധൈര്യം ഞാൻ പറഞ്ഞല്ലോ. നീ പറയുന്ന ഇത് ആദ്യം പറയണ്ടായിരുന്നു. ഞങ്ങളാരും അതെ ശ്രദ്ധിക്കാതെ അതെ, നീ പറയുന്നത് ഞാൻ ചെയ്തു കൊടുക്കാറില്ല, അതുകൊണ്ട് അല്ലെങ്കിലും ബുദ്ധിയുള്ളവരെ ആരും അംഗീകരിക്കാൻ വരുന്നില്ലല്ലോ. ഇത് ഞാൻ കട്ടുകളി എങ്ങനെയായിരിക്കാം കെട്ടിയതളം. അല്ല കൊള്ളാം ട്രെയിലർ. പൊതുവെ അലിയ ഭട്ട് ഉണ്ടെങ്കിൽ അത് എനിക്ക് കാണാൻ താല്പര്യമാണ്. പുള്ളിക്കാരുടെ പടങ്ങൾ സെലക്ട് ചെയ്യുന്നത് കഴിവുള്ളവരുടെ കിട്ടാണ്. പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടല്ലോ. അറിയില്ല ചേട്ടാ, ശ്രദ്ധിച്ചില്ല. പക്ഷേ ഇതിന്റെ സിനിമാറ്റോഗ്രഫി ഭയങ്കര രസമുണ്ട്. അത് സിനിമാറ്റോഗ്രാഫി കൂടുതൽ ഇവര് ഒരു ഇവന്റിന് ചൂസ് ചെയ്തേക്കുന്ന ഷോട്ട്സ്, ആ കാറ് പൊട്ടി തെറിച്ച് വരുമ്പോഴത്തേക്കും അതിനകത്ത് എവിടെയാണ് ജമ്പ് ചെയ്യുമ്പോഴത്തേക്കും പുറത്താണ് എല്ലാവരും വെക്കുന്നത്, ആ ജമ്പ് കാണാൻ വേണ്ടി. പക്ഷെ ഇത് അകത്ത് അവളുടെ എക്സ്പ്രഷൻ മറ്റേ ഇങ്ങനെ ആ സ്റ്റിയറിംഗിലേക്ക് വീഴുന്ന ആ പർട്ടിക്കുലർ മൊമെന്റ് അധികം കണ്ടിട്ടില്ല ആ സമയത്ത്. ആ ഹീറോയിസം മൊമെന്റ് ആണല്ലോ. അപ്പൊ അവിടെ അങ്ങനെ ഒരു അപ്പൊ അത് സാധാരണ നമ്മൾ യൂഷ്വലി ഇപ്പൊ ഹീറോസിന്റെ പടത്തിൽ കാണുമ്പോൾ
അവരതിനകത്ത് സ്ട്രഗിൾ ചെയ്യുന്നത് കാണിച്ചു കഴിഞ്ഞാൽ അവരതിനകത്ത് സ്ട്രഗിൾ ചെയ്യുന്നത് കാണിച്ചു കഴിഞ്ഞാൽ ആ ഹീറോയിസും പോയില്ലേ. ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു ലേഡിയാണ് അത് ചെയ്യുന്നത് ഉള്ളിടത്ത് അത് എങ്ങനെയായിരിക്കും അവരതിനകത്ത് ഫീൽ ചെയ്യുന്നുള്ളത് അറിയിക്കാൻ വേണ്ടി ആയിരിക്കണം. അത് കൊള്ളാം. ഈ എസ്പെഷ്യലി ഇപ്പോൾ വസൻ ബാല എന്ന് പറയുന്ന ഡയറക്ടർ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു കിടില മനുഷ്യനാണ്. പുള്ളിയുടെ ഇപ്പോൾ ഇതിനു മുമ്പ് 2 പടത്തിനേക്കാളും കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് സ്റ്റൈലിലുള്ളൊരു പടമായത്. മറ്റേതെല്ലാം ഡാർക്ക് ഹ്യൂമർ ലൈനിലുള്ള സിനിമയായിരുന്നു. ഭയങ്കര എല്ലാ പടങ്ങളിലും ട്രെയിലേഴ്സും ഇമോഷൻ കൂടിയ സാധനമാണ് തോന്നുന്നത്. ഈ മറ്റേ പാട്ട് തന്നെ റെഫറൻസ്, അതായത് അനിയനെ രക്ഷിക്കാൻ പോണ ചേച്ചി ആ ഒരു ലൈനാണ്. അത് വിദേശത്താണ്, അവിടെ ജയിലിൽ പെട്ടുപോയി അനിയനെ രക്ഷിക്കാൻ പോകുന്ന ജയിൽ ബ്രേക്ക് കാണിച്ചിട്ടുണ്ട്. ജയിൽ ബ്രേക്കാണ് അത് കഴിഞ്ഞ് ഇവിടെ വേറെ ആൾക്കാരെ കൂട്ടുപിടിച്ചിട്ട് അങ്ങനെ പരിപാടി അറിയത്തില്ല. അത് ഭയങ്കര രസമുള്ള ഒരു ലേഡിയാണ്. അതിന് സാധാരണ നമ്മളൊരു പുരുഷനായിരിക്കും അവിടെ കൂടുതലും കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ക്യാരക്ടറിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ, നേരിടേണ്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് കുറച്ച് രസകരമായിട്ട് പോകുന്ന ഒരു ലൈനാന്ന് തോന്നുന്നു കണ്ടിട്ട്. നമുക്ക് രസമുണ്ട്, കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആണ്. ആക്ച്വലി ടീച്ചർ കാണുമ്പോൾ പടം കാണണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നുന്നു. അല്ല, എനിക്കിപ്പോൾ ബേസിക്കലി വസൻ ബാല എന്നുള്ള ടൈറ്റിൽ ഉള്ളതുകൊണ്ടാണ് ഈ സിനിമ കാണുന്നത്. എനിക്ക് ആലിയ ഭട്ട് വസൻ ബാല ഈ കോമ്പിനേഷൻ ഇവരൊക്കെ ഇഷ്ടമുള്ള ആളുകളായതുകൊണ്ട്. പിന്നെ ട്രെയിലർ രണ്ടുമാണ്. ടീസർ ട്രെയിലർ എന്നാണ് വെച്ചിരിക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഇല്ല, പക്ഷേ കണ്ടിടത്തോളം അതിന്റെ മൂഡ് ഇതാന്ന് തോന്നുന്നു. ലൈൻ 1 ലൈൻ ഓൾറെഡി അവരുടെ ട്രെയിലർ ഫസ്റ്റ് ആ ഡയലോഗിൽ 3 ഡയലോഗിൽ തന്നെ ആ 1 ലൈൻ പോവാണ്. അവള് പറയുന്നുണ്ട് മറ്റേ അപ്പോൾ മറ്റേ ആള് ചോദിക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ അമ്മ മരിച്ചു പോകുന്നു, അച്ഛൻ ജീവൻ എടുക്കുന്നു. അപ്പോൾ മറ്റേ ആള് പറയുന്നില്ല, അങ്ങനെയാണ് ജയിൽ വിളിക്കാം എന്ന് പറയുന്നുണ്ടല്ലോ, അതാണ് കൊണ്ടുവരാം എന്നുള്ള സംഭവം. അത് കൊള്ളാം. അത് ആദ്യത്തെ 3 ഡയലോഗിൽ തന്നെ പടത്തിന് അല്ല വേദാങ്കർ ഇങ്ങനെ പുള്ളി ഒരു സിംഗർ ആണെന്നാണ് എനിക്ക് മറ്റേ സൈഡ് പ്രൊഫൈൽ കണ്ടു കഴിഞ്ഞാൽ. ഇതിന്റെ ഫസ്റ്റ് ഒരു പോസ്റ്റർ വന്നപ്പോഴും തിരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു രൺവീർ സിംഗ് ഡിഎജിക്ക് കാലഘട്ടമാണല്ലോ ഇപ്പോൾ. എന്താ പറയത്തില്ല. അതെ, ഈ പുള്ളി ആക്ച്വലി വസൻ ബാല തമിഴിനാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരുടെ എല്ലാ പടത്തിലും പുള്ളി തമിഴ് സിനിമകളുടെ റെഫറൻസ് ഒരുപാട്. എസ്പെഷ്യലി രജനീകാന്ത് ഈ പഴയ 80s തമിഴ് സിനിമയുടെ റെഫറൻസ് പുള്ളി ഹിന്ദി പടത്തിൽ പ്ലേസ് ചെയ്യാറുണ്ട് ഒരുപാട്. അത് മർദ്ദുകോ ദർദുന ഹീവത്തയിലുണ്ട്, ഈ മോണിക്ക ഓമൈ ഡാർലിംഗ് എല്ലാത്തിലും ഉണ്ട്. അത് ഭയങ്കര രസമാണ്. അതിപ്പോൾ നോർത്ത് ഇന്ത്യൻ ഓഡിയൻസിന് അത് കണക്ട് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അതിനൊരു പുള്ളി പ്ലേസ് ചെയ്യുന്നിടത്ത് ആൾക്കാർക്ക് മനസ്സിലാവും ഇത് ഈ എന്ത് റെഫറൻസ് ആണെന്നുള്ളത്. അത് ഭയങ്കര ഒരു പുള്ളിയുടെ ഒരു യുണീക്ക് ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. ജിഗ്ര മീൻസ് കറേജ് എന്നാണ്. അതെ അതെ. അപ്പോൾ നമ്മൾ ധൈര്യപൂർവ്വമായി നമുക്ക് സിനിമ കാണാം എന്നതാണ്. 11th ഒക്ടോബർ.